നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദൻപുരി. ഞാൻ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ഈ വാസ്തു കൊണ്ട് ധനപരമായ ഉയർച്ച ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ടാവും. ഇനി അതൊക്കെ കറക്റ്റാണ്, വാസ്തുവൊക്കെ കറക്റ്റായിട്ടാണ് ഞാൻ ഗ്രഹം നിർമ്മിച്ചേക്കണ എൻ്റെ തിരുമേനി, എന്നിട്ടും എനിക്ക് ഗതിയില്ല. അങ്ങനെ പറയാൻ പാടില്ല എന്നുണ്ടോ? അങ്ങനെ പറയേണ്ടി വരില്ല. എന്നാലും അങ്ങനെ പറയുന്നവർക്കും ആധ്യാത്മികമായിട്ട് ഈശ്വരാധീനം കൊണ്ട് നമുക്ക് സുഹൃതം വർദ്ധിപ്പിക്കുക, ധനപരമായ ഉയർച്ച ഉണ്ടാക്കുക, അങ്ങനെയല്ലേ? ഇപ്പൊ എന്നോട് ഈ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കുറെ അമ്പലത്തിലെ തിരുമേനിമാരൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ധനപരമായ ഉയർച്ചയ്ക്ക് എന്ത് ജപിക്കണം, എന്തൊക്കെ ചെയ്യണം, അങ്ങനെ ഒരു വീഡിയോ അന്ന് അങ്ങയുടെ അറിവുകളൊന്ന് പങ്കുവെക്കണം എന്ന് നിർബന്ധം വിളിച്ചു. അതുകൊണ്ടാണ് ഇത് പ്രത്യേകമായി ചെയ്യണത്. ഈ ധനം എന്ന് പറയുന്നത് നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കപ്പെടുമ്പോൾ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. എത്ര ലക്ഷം രൂപ വരുമാനമുണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി എത്ര പൈസ നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് അതിനൊന്നും പ്രസക്തിയില്ല. അത് നമുക്ക് എത്ര ഉപയോഗപ്പെടുന്നുണ്ട്. 1 ലക്ഷം രൂപ ശമ്പളം കിട്ടിയിട്ട് ഒരു മാസത്തെ 10,000 രൂപയുടെ ഉയർച്ച ഒരാൾക്കില്ല എങ്കിൽ അവന് സാമ്പത്തികപരമായി അഭിവൃദ്ധി പ്രാപിക്കുന്നില്ല. ഈ നമ്മൾ തിരിഞ്ഞു നോക്കി അറിയാം, ഈ 1 ലക്ഷം രൂപ സാലറി കിട്ടുന്നവനും ഡെയിലി 1000 രൂപയ്ക്ക് പണിക്ക് പോകുന്നവൻ്റെയും ജീവിത രീതി എല്ലാം ഒന്ന് തന്നെയാണ്. അവനുമുണ്ട് നമ്മൾ ഈ കഴിക്കുന്ന സൗകര്യങ്ങളും നമ്മുടെ എല്ലാ രീതികളും അവനും ലഭിക്കുന്നുണ്ട്. അപ്പൊ അവിടെ സമ്പത്ത് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. അതാണ് ഒരു കാര്യം, അതൊരു വിഷയം. രണ്ടാമത്, എങ്ങനെ ഈ സമ്പത്ത് നമുക്ക് ഉപയോഗപ്പെടും. മേൽക്കുമേൽ വർദ്ധിക്കും മഹദ്ധനം, ആചാര്യപ്രമാണം. അത് ആദ്യം പറയട്ടെ, മേൽക്കുമേൽ വർദ്ധിക്കും മഹദ്ധനം, നല്ല പൈസയെ വർദ്ധിക്കുള്ളൂ. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞ സാധാരണ പണിക്കാരൻ രാവിലെ തൊട്ട് കഷ്ടപ്പെട്ടിട്ട് അവന് കിട്ടുന്ന പൈസ കൊണ്ട് അവന് കണ്ടമാനം വളർച്ച, മറ്റേ പൈസയ്ക്ക് വളർച്ചയില്ല. അപ്പം അർഹതയില്ലാത്ത പൈസ ഒരു കാരണവശാലും നിങ്ങളുടെ കയ്യിൽ തൊടുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പിക്കണം. അർഹതയില്ലാത്ത പൈസ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ള ധനത്തെ ഇങ്ങനെ ദോഷകരമായി ബാധിക്കുന്ന ഒരു അവസ്ഥ. അതാണ് ആചാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മേൽക്കുമേൽ വർദ്ധിക്കും. അതിന് മുമ്പ് ചേർത്ത വാചകം മഹദ്ധനം, നല്ല പൈസയെ വർദ്ധിക്കുള്ളൂ. അപ്പൊ ഈ ജോലി ചെയ്യുന്നവരും ഈ ജോലിക്ക് ശമ്പളം കിട്ടുന്നവരൊക്കെ മോശം പൈസയാണ്? ഒരിക്കലും അല്ല, മോശം പൈസയല്ല, അതൊക്കെ നല്ല പൈസ തന്നെയാണ്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ സമ്പത്ത് വന്ന സാമ്പത്തികപരമായ ഉയർച്ച, അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ, നമുക്ക് കിട്ടുന്ന ഭാഗ്യങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? അതാണല്ലോ സമ്പത്ത്, ഐശ്വര്യം. നമുക്ക് ലഭിക്കുന്ന ഭാഗ്യങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല എങ്കിൽ അത് നമ്മുടെ ദുഷ്കൃതമാണ്. എന്തുകൊണ്ടാണ് ദുഷ്കൃതം വരുന്നത്? സുകൃതം എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി, ഉത്തരോത്തരം അഭിവൃദ്ധി. ദുഷ്കൃതം ചെയ്യുന്നതെല്ലാം നാശത്തിലേക്ക് പോവുക. അപ്പൊ ദുഷ്കൃതം ബാധിച്ച ഒരു കുടുംബം, അത് മഹാരാജാവായാലും നശിക്കും. സുഹൃതമുള്ള സാധാരണ വ്യക്തിയായാലും അവൻ അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരും. എങ്ങനെ എത്തും? അത് സുഹൃതം അവനെ കൊണ്ടെത്തിക്കും. അപ്പൊ സുഹൃതം നഷ്ടപ്പെടുന്നതാണ് ഒരു പരിധി വരെ ആധ്യാത്മികമായിട്ട് അല്ലെങ്കിൽ ഈശ്വരാധീനം കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ധനനാശത്തിനൊരു കാരണം. നമുക്ക് ദുർച്ചലം ഉണ്ടാവുക. പിന്നെ 1000 രൂപ കിട്ടി, അല്ലെങ്കിൽ 10,000 രൂപ ചിട്ടി പിടിച്ചു കൊണ്ടുവന്നു, അപ്പൊ തന്നെ അസുഖം വന്നു, ആശുപത്രി കൊടുത്തു. ശമ്പളം കിട്ടി, അപ്പൊ തന്നെ വണ്ടിക്കൊരു പണി വന്നു, വണ്ടി തട്ടി, ആ കാശങ്ങ് പോയി. അപ്പൊ നമുക്ക് ദുഷ്കൃതാണേ കൂടുതൽ, സുഹൃതല്ലേ? അപ്പൊ ആ അധിക ചെലവ്, അൺനെസസറി എക്സ്പെൻഡിച്ചർ, അതെങ്ങനെ മാറാം? അതിന് 2-3 മാർഗങ്ങളുണ്ട്. ഞാൻ മുൻ പറഞ്ഞതൊക്കെ അതിന്റെ അടിസ്ഥാനപരമായ കാരണങ്ങളാണ്. ഒന്ന്, ദേവി കടാക്ഷം നമ്മുടെ കുടുംബത്തുണ്ടാവുക. ദേവീദേവ കടാക്ഷം ഉണ്ടാകുന്നു മാത്രമാണ് ഒരു കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് സുഹൃത ഉണ്ടാവാൻ ഏറ്റവും നല്ലത്. അതെങ്ങനെയൊക്കെ ഉണ്ടാക്കാം? അങ്ങനെയാണല്ലോ അടുത്ത ചോദ്യം. ഞാൻ ഏറ്റവും ആദ്യത്തെ വീഡിയോ, 2ാമത്തെ വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, നാമജപത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ നാമം ജപിക്കുമ്പോൾ അല്ലെങ്കിൽ നാമജപം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നല്ല, നിസ്സാര നാമജപം ആയാൽ പോലും അത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കുടുംബത്ത്, അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പരമ്പരയിൽ, ഇപ്പൊ നമ്മുടെ മുത്തശ്ശന്മാരോ മുത്തശ്ശിമാരോ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ നമ്മുടെ കഴിഞ്ഞ ജന്മത്തോ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളിൽ നിന്ന് പോകണല്ലോ. ഒരു വിശ്വാസം കൊണ്ട്, എനിക്ക് വിശ്വാസമാണ്, ഞാൻ എപ്പോഴും ദൈവത്തെ ഓർക്കുന്നു, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു, അതുകൊണ്ട് മാത്രം സുഹൃത ഉണ്ടാവില്ല. എനിക്ക് നന്നായിട്ട് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ അക്കടെ വിശപ്പ് മാറില്ല, അദ്ദേഹം ഭക്ഷണം കഴിക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെയാണ് സുഹൃതം വർദ്ധിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്ന പ്രവൃത്തി എന്താ?
നമ്മളൊരു വൈകുന്നേരം ഒരു 15-20 മിനിറ്റ്, അതായത് വൈകുന്നേരം ഒരു 5-5:30 തൊട്ട് അല്ലെങ്കിൽ 5:45 തൊട്ട് പാട്ടുരാശി അത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഒരമണിക്കൂറെങ്കിലും ഈശ്വരനായി മാറ്റിവെക്കുന്ന കുടുംബത്തിൽ, അരമണിക്കൂറെങ്കിലും ദൈവത്തിന് ഭഗവാന്മാർക്കായി മാറ്റിവെക്കുന്ന കുടുംബത്തിൽ ഒരിക്കലും സുഹൃതം നശിക്കില്ല. അത് അമ്പലത്തിലെ മേൽശാന്തി ആണെങ്കിലും ശരി, അമ്പലത്തിലെ തന്ത്രി ആയാലും ശരി, അതിനകത്ത് പക്ഷാഭേദമൊന്നുമില്ല. എത്ര വിശ്വാസത്തിലൂടെ എത്ര നന്നായിട്ട് സുഹൃതത്തെ നിലനിർത്തുന്നു. ആ സുഹൃതം നിലനിൽക്കുമ്പോഴാണ് ഒരു 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 സാംസ്കാരികപരമായിട്ടും അല്ലെങ്കിൽ നമുക്ക് ആ അർഹതപ്പെട്ട വളർച്ചാ നിരക്കിലേക്ക് നമ്മൾ എത്തണം. അത് ധനവളർച്ച മാത്രം തന്നെയല്ല, സന്തതി പരമ്പരയുടെ എല്ലാ രീതിയിലുള്ള വളർച്ചയും അത് ബാധിക്കുന്നു. ഇനിയിപ്പം എല്ലാ ദിവസവും ഞങ്ങൾ നാമം ജപിക്കുന്നവരാണ്. ഇപ്പൊ പലതും പറയാനുണ്ട്, ലളിതാ സഹസ്രനാമം ഞങ്ങൾ ജപിക്കും, വിഷ്ണു സഹസ്രനാമം ഞങ്ങൾ ജപിക്കും, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഈ ലളിതാ സഹസ്രനാമം ജപിക്കുന്ന ആൾക്കാർ ആഴ്ചയിൽ ഒരിക്കലും ദേവീക്ഷേത്രത്തിൽ പോകുന്നുണ്ടോ എന്ന് അവരൊന്ന് ശ്രദ്ധിക്കുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന ആൾക്കാർ ഒരു വ്യാഴാഴ്ചയെങ്കിലും ഭഗവാൻ കൃഷ്ണ തൊഴുന്നുണ്ടോ അവരൊന്ന് ശ്രദ്ധിച്ചോളുക. ഇനി നമശിവായ നാരായണനാമൊക്കെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ജപിക്കുന്നവരൊക്കെ ഭഗവത് ദർശനവും കൂടി ഉണ്ടോ എന്നൊന്ന് നോക്കിക്കോളുക. ഇതൊക്കെയുണ്ട്, എന്നാലും കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. അങ്ങനെ പറയുന്നവരുണ്ട്. കുറേ ജ്യോത്സ്യന്മാരെ കണ്ടു, ഒരുപാട് വഴിപാട് കഴിച്ചു, കേമായില്ല എന്ന് പറഞ്ഞു. ശ്രീ ശങ്കരാചാര്യര് അദ്ദേഹത്തിന്റെ ദീക്ഷകാലത്ത് ഭിക്ഷ എടുക്കുക എന്നും പറഞ്ഞൊരു ചടങ്ങുണ്ട് ബ്രാഹ്മണർക്കുള്ള. അപ്പൊ നമ്മുടെ ആചാരങ്ങളുടെ മഹാരാജാവാണ് ശങ്കരാചാര്യർ. അദ്ദേഹത്തിന്റെ വിവിധ പുസ്തകങ്ങളാണ് നമുക്ക് ഇന്നും വായിക്കാനും പഠിക്കാനും ഉള്ളൂ. അദ്ദേഹം ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ഭിക്ഷയ്ക്കായിട്ട് ചെന്നു. എന്താ പറയാ, ഒന്നുമില്ല, ഒന്നും കൊടുക്കാനില്ല, ഭിക്ഷ കൊടുക്കണം. ബ്രാഹ്മണ ശ്രേഷ്ഠനാണ് വന്നത്, അദ്ദേഹത്തിന് കൊടുത്തേ പറ്റൂ. ഒന്നും കൊടുക്കാനില്ല, മടക്കി അയച്ചാൽ മഹാതാപമായി മാറുകയാണ്. അപ്പൊ എന്താ ചെയ്യുക? ഇങ്ങനെ അകത്തുള്ള ആളിങ്ങനെ കണ്ടമാനം പ്രശ്നത്തിലായി. എന്താ? അപ്പോഴാണ് നോക്കിയപ്പം മുറ്റത്തൊരു നെല്ലി നിൽപ്പുണ്ട്, ഒരു നെല്ലിക്ക പറിച്ചിട്ട് ഭിക്ഷ കൊടുത്തു. ശങ്കരാചാര്യൻ ആരാ, കേമനല്ലേ, അദ്ദേഹത്തിന് ഇത് മുഴുവൻ കാണാപ്പാടാണല്ലോ. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഒരു സ്തോത്രം ജപിച്ചു, കനകധാര. ആ കനകധാര എന്ന് പറഞ്ഞ മന്ത്രം ആ നെല്ലിക്ക പിടിച്ച് അദ്ദേഹം ജപിച്ചിട്ട് ആ സ്ത്രീക്ക് തിരിച്ചു കൊടുത്തു. അപ്പൊ ലക്ഷക്കണക്കിന് സ്വർണ്ണ നെല്ലിക്ക മിറ്റത്ത് വന്ന് നിറഞ്ഞു എന്നാ പറയാ. ലക്ഷക്കണക്കിന് നെല്ലിക്ക, ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം അദ്ദേഹം ആ ദാരിദ്ര്യത്തെ മാറ്റാൻ വേണ്ടിയിട്ട് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ശരീരത്ത് കുടികൊള്ളുന്ന ലക്ഷ്മി ദേവിയെ സങ്കല്പിച്ച് ആ കനകധാര ജപിച്ചപ്പോൾ ആ കുടുംബത്തെ ദാരിദ്ര്യം മാറിയെങ്കിൽ എത്ര കഷ്ടപ്പെട്ട ദാരിദ്ര്യമാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ കേമായിട്ട് കനകധാരയുടെ പുസ്തകം പിടിച്ചോളൂ, വായിച്ചോളൂ. ATM കാർഡ് പോലെ ഇന്ന് ജപിച്ച് നാളെ രാവിലെ ലോട്ടറി അടിക്കണം എന്ന് പറഞ്ഞാൽ ചെയ്യല്ലേ. ജപിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ഉയർച്ച ദ്രുതഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഒരു സിദ്ധിയിലേക്ക് എത്താനുള്ളൊരു സമയമുണ്ട്. മന്ത്രം ജപിച്ച് സിദ്ധിയിലെത്തണം. കാരണം ഈ ഭഗവാന് തോന്നണ്ടേ ഇത് കാര്യമായിട്ടാണോ പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ എന്ന്. ഇപ്പൊ സ്വർണ്ണനെല്ലിക്ക കിട്ടും എന്ന് പറഞ്ഞ് ജപിച്ചു തുടങ്ങിയാൽ ബുദ്ധിമുട്ടാവേ. അപ്പൊ ജപിച്ചു തുടങ്ങിക്കോളൂ. അതിന്റെ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും ഓരോ കാലം കഴിയുമ്പോഴും അത് നിങ്ങളുടെ ഉയർച്ച ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ദാരിദ്ര്യം എന്ന് പറയുന്ന ദുഃഖം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറും, സംശയമില്ല, ഉറപ്പാ. 100%, 100 അല്ല 1000% ഉറപ്പാണ്. അത് ജപിച്ചോളൂ, മാറിയിരിക്കും. സാമ്പത്തികപരമായിട്ട് കോടികൾ ഉണ്ടാക്കി ലക്ഷക്കണക്കിന് സ്ക്വയർ ഫീറ്റ് വീട് മേടിക്കുന്നത് ഞാൻ പറയണില്ല. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, യാതൊരു സംശയവും വേണ്ട. അതാണ് കനകധാരയുടെ ശക്തി. ജപിച്ചു തുടങ്ങിക്കോളൂ. അതിങ്ങനെ ഉറപ്പ് എഴുതി വെച്ചോളൂ. ഒരു 12 വർഷമൊക്കെ അത് പൂർത്തിയായി കഴിഞ്ഞാൽ, ഞാനൊരു വ്യാഴവട്ടക്കാലം അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് ജപിക്കാൻ 12 വർഷം ഇനി കാത്തിരിക്കേണ്ട, പൈസ ഉണ്ട്, അങ്ങനെയില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരവസ്ഥ പറയാം, നിങ്ങൾ ഇന്നുള്ളതിൻ്റെ 100 ഇരട്ടിയാവും 12 വർഷം കഴിയുമ്പോൾ. ഒരിരട്ടിയല്ല, 100 ഇരട്ടി. അതായിരിക്കും എൻ്റെ വളർച്ച. ഭഗവാനെ ഓർത്തിറങ്ങി ജപിച്ചു കൊടുക്കുള്ളൂ, വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു നാമജപത്തെക്കുറിച്ച്. ഈ നാമജപം ഇങ്ങനെ തന്നെയാ. ഇപ്പൊ കുറച്ചു ദിവസം ജപിച്ചു, ഒന്നും കാണുന്നില്ല, വ്യത്യാസമൊന്നുമില്ല. എന്താ വ്യത്യാസം? ഈ ദൈവാധീനം നമുക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. സുഹൃതത്തെ കാണാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ ഈ കാണാത്തോണ്ട് ഈ ഗുണം കിട്ടിയില്ല, അങ്ങനെ നിരീക്കണ്ട. ഇത് വന്നോളും. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ, നിങ്ങൾ ചെയ്യുന്ന ചിന്തകളിൽ, നിങ്ങളുടെ മുൻപോട്ടുള്ള തലമുറകളുടെ യാത്രകളിൽ, നിങ്ങളുടെ മക്കളിൽ ബുദ്ധിയുടെ രൂപമായി, നല്ല ഐശ്വര്യത്തിന്റെ രൂപമായി, ഒരു വഴികാട്ടിയായി
നിങ്ങളുടെ ഈശ്വരാധീനം നിലനിൽക്കുമ്പോൾ നിങ്ങളുടെ പരമ്പരയുടെ വളർച്ച, നിങ്ങളുടെ ആ ആഗ്രഹത്തിനനുസരിച്ച വളർച്ച, അത് പതുക്കെ പതുക്കെ വന്നിട്ട് എല്ലാ സന്തോഷവും, എല്ലാ സമാധാനവും, എല്ലാ സൗന്ദര്യവും എല്ലാം കണ്ടിട്ട് നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് വിട പറയുള്ളൂ. അതാണ് നാമജപം. അതാണ് നാമജപം. ആ നാമജപത്തിൽ എത്ര ഉത്കടമായി നിങ്ങൾ വിശ്വസിക്കുന്നോ, എത്ര ഉത്കടമായി, എത്ര സ്ട്രോങ് ആയി നിങ്ങൾ അതിനെ ആഗ്രഹിക്കുന്നുവോ, എത്ര നന്നായിട്ട് ആ ശക്തിയെ നിങ്ങളിലേക്ക് ആവാഹിക്കുന്നോ, അവിടെയാണ് വിജയം. അത് ചെയ്യാത്തവൻ സിനിമാ പാട്ട് പാടുന്നവരെ എന്തോരം നാമം ജപിച്ചിട്ടും കാര്യമില്ല. അതിലേക്ക് കടക്കുമ്പോൾ ഈ പറഞ്ഞ സുഹൃത ഉണ്ടാകുകയും ചെയ്യും, ദുഷ്കൃത മാറുകയും ചെയ്യും, ഉത്തരോത്തര അഭിവൃദ്ധി വരികയും ചെയ്യും. കുടുംബം വളരെ വളരെ ക്ഷേമവും. നന്ദി, നമസ്കാരം.